വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 5-ാം തിരുവചനം. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. ദിവ്യരക്ഷകനായ ഈശോയിൽ സ്നേഹമുള്ളവരെ, ആരാധനാ ക്രമവത്സരത്തിലെ മംഗളവാർത്തക്കാലം നാം ഇന്ന് ആരംഭിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കുകയും അതിലൂടെ മനുഷ്യകുലത്തിന് വന്ന നവീകരിക്കപ്പെട്ട പുതിയ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ഈ ലോകത്തിന് ദൈവം നൽകുന്ന വലിയൊരു സമ്മാനമാണ് മനുഷ്യാവതാരം. ദൈവം ഇമ്മാനുവലായി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയൊരു സത്യമാണ് മംഗളവാർത്തക്കാലം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആദിമാതാപിതാക്കളുടെ അനുസരണക്കേടിനെക്കുറിച്ചും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെക്കുറിച്ചും മനുഷ്യകുലത്തിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ചും ക്രിസ്തു മനുഷ്യനായി അവതരിച്ചതിലൂടെ ലോകത്തിന് കൈവന്ന രക്ഷണീയ കർമ്മത്തെക്കുറിച്ചുമൊക്കെ ഈ മംഗളവാർത്തക്കാലത്തിൽ നമ്മൾ ധ്യാനിക്കുന്നു. ഒപ്പം തന്നെ പരിശുദ്ധ മറിയത്തെക്കുറിച്ചും കൂടുതലായി ധ്യാനിക്കുന്ന ഒരു കാലമാണ് മംഗളവാർത്തക്കാലം. ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്, ഈശോയുടെ ജനനം, ജ്ഞാനികളുടെ സന്ദർശനം, ഈജിപ്തിലേക്കുള്ള പലായനം, ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന സംഭവം, ഇതെല്ലാം ധ്യാന വിഷയമാക്കുന്നതും മംഗളവാർത്തക്കാലത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ പുതിയ കാര്യങ്ങളെക്കുറിച്ചും പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലോ മംഗളവാർത്തക്കാലം. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളും എന്തെങ്കിലുമൊക്കെ പുതിയവ ആരംഭിച്ചിട്ടുള്ളവരാണ് എല്ലാവരും തന്നെ. പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം, പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചിട്ടുണ്ടാവാം, പുതിയ വീട് പണിത് താമസം ആരംഭിച്ചിട്ടുണ്ടാവാം, പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം, പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവാം, പുതിയ ജീവിത രീതി ആരംഭിച്ചിട്ടുണ്ടാവും. വിവാഹ ജീവിതമോ സന്യസ്ത ജീവിതമോ സമർപ്പിത ജീവിതമോ എന്തെങ്കിലുമൊക്കെ പുതിയതായി ആരംഭിച്ചിട്ടുണ്ടാവാം. അങ്ങനെ പലതരത്തിൽ പുതിയ കാര്യങ്ങൾ നമ്മളെല്ലാവരും തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ധ്യാന വിഷയമെന്ന് പറയുന്നത് പുതിയ കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുന്നതാണ്. പുതിയ ആരംഭത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന 5 കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഓരോ പ്രത്യേക കാലത്തിലാണ് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത്. സഭാപ്രസംഗകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇത് തന്നെയാണ്. ഓരോത്തിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള എല്ലാത്തിനും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, കരയുവാൻ ഒരു കാലം, വിലപിക്കുവാൻ ഒരു കാലം, ആഹ്ലാദ നൃത്തമാടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലം, സമാധാനം സ്ഥാപിക്കപ്പെടുവാൻ ഒരു കാലം, വിതയ്ക്കുവാൻ ഒരു കാലം, നട്ടത് അല്ലെങ്കിൽ വിളവ് ചെയ്തത് കൊയ്തെടുക്കുവാൻ ഒരു സമയം. ഇങ്ങനെ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നുള്ളതാണ് സഭാപ്രസംഗകൻ വ്യക്തമായിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മംഗളവാർത്തക്കാലമാണ്. ഈ ഒരു പുതിയൊരു വർഷമാണ്, ആരാധനക്രമ വത്സരം പുതിയൊരു വർഷമാണ്, നല്ല തുടക്കമെന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് അവസാനമാണ് ആരംഭത്തേക്കാൾ പ്രാധാന്യം എന്നുള്ളതാണ്. സഭാപ്രസംഗന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം തിരുവചനം ഇത് തന്നെയാണ് പറയുന്നത്. എല്ലാത്തിൻ്റെയും അന്തമാണ് ആരംഭത്തേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ എന്ത് കാര്യം തുടങ്ങിയാലും ദൈവത്തോടുകൂടി അത് നല്ല രീതിയിൽ പര്യവസാനിപ്പിക്കണം എന്നുള്ളതാണ് വളരെ ശക്തമായ രീതിയിൽ ഓർമ്മിപ്പിക്കുന്നത്. തുടങ്ങിയാൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കുക കൂടി വേണം എന്നുള്ളത് തന്നെയാണ്. പഴയവ കടന്നു പോവുകയും പുതിയത് സംസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പുതിയ ആരംഭത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ കാണുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-19 തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഒരു പുതിയ കാര്യം ഞാൻ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നു, അത് നിങ്ങളുടെ ഇടയിൽ മുളയെടുത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നുള്ളതാണ്. അതേ പ്രിയപ്പെട്ടവരെ, പുതിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം
കൂടെയുണ്ട് എന്നുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതിലൂടെയുള്ളത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥിരോത്സാഹമാണ് പുതിയ കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള വഴി എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വചനം പറയുകയാണ്, പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. ജോബിൻ്റെ സഹനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവസാനം ദൈവമായ കർത്താവ് അവനെല്ലാം ഇരട്ടിയായി കൊടുത്തതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ പരിശ്രമിക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുക എന്നുള്ള ഒരു സ്ഥിരോത്സാഹമാണ് ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത് ക്രിസ്തുവിനോടുകൂടെ ഏത് സമയത്തും പുതിയ ഒരു ആരംഭം കുറിക്കാം എന്നുള്ളത് തന്നെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനം അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, പുതിയത് വന്നു ചേർന്നു എന്ന്. അതുകൊണ്ട് ഏത് സമയത്തും ഒരു പുതിയ സൃഷ്ടിയാവുവാൻ, പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇപ്രകാരം നല്ല തീരുമാനങ്ങൾ എടുത്ത് ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ ജീവിതാവസാനം വരെ തീരുമാനമെടുത്ത 2 വ്യക്തികളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പ്രതിപാദിക്കുന്നത്. സഖറിയായെക്കുറിച്ചും എലിസബത്തിനെക്കുറിച്ചും. തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരിക്കാനും പ്രമാണങ്ങൾ അനുസരിക്കുവാനും ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഇടയിലും ദൈവത്തിനു വേണ്ടി ബലിയർപ്പിക്കാനും ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരാകുവാനുമുള്ള തീരുമാനമെടുത്ത 2 ശ്രേഷ്ഠ വ്യക്തികൾ. അതുമൂലം ദൈവം അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇടപെട്ടു. സ്നാപക യോഹന്നാനെ ദാനമായി, സമ്മാനമായി ദൈവം നൽകി. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ മംഗളവാർത്തക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ, ദൈവത്തോടുകൂടി സഞ്ചരിച്ചുകൊണ്ട് ഈ തീരുമാനങ്ങൾ അവസാനം വരെ പാലിക്കുവാൻ, അങ്ങനെ ദൈവിക വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഈ ആഗമനകാലം, ഈ 25 നോമ്പിൻ്റെ പുണ്യ ദിവസങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ല വ്യക്തിയായി മാറുവാനുള്ള അവസരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവം ഈ പുണ്യ ദിവസങ്ങളിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.